സത്യം പറയല്ല, ചില സമയം ലച്ചേച്ചൊരു സ്വഭാവം വേറും കൂറയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പിടിച്ചെടുത്ത് മൂക്കാ മണ്ണ നോക്കി രണ്ടെണ്ണം. എന്തേ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. നിനക്ക് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, അത് ഞാൻ ഇപ്പൊ എടുത്തുതരാം. ശിവ, കേശുവേ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. കനകം അടുപ്പായിരുന്നു നോക്കിയായിരുന്നോ? നോക്കാം. എന്നെ കണ്ടപ്പോഴേക്കും എല്ലാരും നൈസായിട്ട് മുങ്ങിയല്ലേ? നെച്ചൂനെ ആരും മണ്ടിയാക്കാതൊന്നും വിചാരിക്കണ്ട. എന്തേ വായില് നാക്കില്ലേ? വായിക്കാത്ത നാക്കുണ്ട്. ഞാനേ നാക്കും കാണിച്ചോണ്ട് ഈ വഴി കിടന്ന് ഓടട്ടെ. ഭയങ്കര വാക്ക് സാമർത്ഥ്യാണല്ലോ. നിന്റെ അത്രയും സാമർത്ഥ്യം എനിക്കില്ല. എന്താണ് കൂടുതൽ സംസാരിച്ചോണ്ട് അള്ളി പറക്കി ഞാൻ നോക്കിയോ. വന്ന് പറക്കി വാ. ലച്ചൂസേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. മിനിമം ഒരു ദിവസമെങ്കിലും നിനക്കൊന്ന് നോർമൽ ആയിട്ടിരിക്കാൻ പറ്റില്ല? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? സൗണ്ട് താഴ്ത്തി സംസാരിച്ചോളാം. സൗണ്ട് താഴ്ത്തി സംസാരിക്കാൻ ഇത് കോടതിയൊന്നും അല്ലല്ലോ. ഇത് കോടതി തന്നെയാ. ഞാനാണ് ഇവിടുത്തെ ജഡ്ജി. ജഡ്ജി വന്നേക്കുന്നു. അതെ, ഞാൻ കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കും, അതിൽ കറക്റ്റ് ആയിട്ട് മറുപടി ഇങ്ങ് പറയണം. എങ്ങനെ? ഞാൻ കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കും, അതിന് കറക്റ്റ് മറുപടി പറയണം. ചോദിക്ക്. നീ എവിടെ പോയതാ? ചോദിച്ചത് കേട്ടില്ലേ? എവിടെ പോയതാന്ന്? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോരാ. ഏത് ഫ്രണ്ടിന്റെ വീട്ടില്? അവിടെ അടുത്തുള്ള ഒരു ഫ്രണ്ടാ, കേരളത്തിൽ തന്നെ ഉള്ളതാ. എന്താ സ്ഥലപ്പേരില്ല? തുറവൂര്. പോയപ്പോ എന്താ എന്റെ കൂട്ടാനെ? ഞാൻ വിളിക്കുന്നിടത്തൊക്കെ നീ എന്റെ കൂടെ വരാറുണ്ടോ? അപ്പം ഇതിപ്പോ അർജന്റ് ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോരാ. ഫ്രണ്ടിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ പോയപ്പം അവിടെ അച്ഛനമ്മ മാത്രം ഉണ്ടായിരുന്നു. എന്താ അവിടെ വേറെ ആരുമില്ല? വേറെ ആരും ഞാൻ കണ്ടില്ല. ഫ്രണ്ടിന്റെ പേരെന്താ? ഫ്രണ്ടിന്റെ പേര് നവീൻ. അവസാനത്തെ ഒരേ ഒരു ചോദ്യം, നിന്റെ ഷർട്ടില് ലിപ്സ്റ്റിക് ആണെന്നാ പറ്റിയേ? നിന്റെ ഷർട്ടില് ലിപ്സ്റ്റിക് എവിടെന്നാ പറ്റിയേ? ലിപ്സ്റ്റിക്കാ? ഏത് ലിപ്സ്റ്റിക്കാ? ആരുടെ ലിപ്സ്റ്റിക്? നീ കാണാൻ പോയത് നവീനെയാണോ അതോ നവീണയാണോ? ഏത് നവീണ? നീ എന്തൊക്കെ പറഞ്ഞല്ലേ ചൂസേ? മര്യാദക്ക് സത്യം പറഞ്ഞു. എന്തോന്ന്? എന്താടാ? അപ്പൊ നീ പറയില്ല അല്ലേ? പറയിപ്പിക്കാനേ എനിക്കറിയാം. ഏത് ലിപ്സ്റ്റിക്? ആരുടെ ലിപ്സ്റ്റിക്?